ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ പുതിയൊരു ചാനലാണ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡ് മാത്സ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം വളരെ ഡീപ്പായിട്ട് ഒന്ന് നോക്കണം, ഒന്ന് പീസായിട്ട് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ തെറ്റിപ്പോവില്ല. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. എന്താ, ഇതാണ് ഇവിടുത്തെ കീവേഡ്. ഏതാണ്? ഒന്ന് പ്രൊഡക്റ്റ്, രണ്ട് പ്രൈം ഫാക്ടേഴ്സ്. എന്താണ്? പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കീവേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 140 ആണ് അല്ലെ? എങ്ങനെയാ ചെയ്യേണ്ടേ? വളരെ സിമ്പിൾ ആണ്. ഒന്ന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 140 എന്നങ്ങോട്ട് എഴുതാം. എന്നിട്ട് രണ്ട് വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. എന്താ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പ്രൈം നമ്പറിന്റെ പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതാ പ്രൈം നമ്പർ എന്ന് അറിയണ്ടേ? ഇതാ ഇവിടെ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 2, 3, 5, 7, 11, 13 അല്ലെ? ഇതാണ് പ്രൈം നമ്പേഴ്സ്. ഇത് അങ്ങനെ പോലെ 13 കഴിഞ്ഞാൽ 17 പോവും, പിന്നെ 19, പിന്നെ 23. ഇതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? പ്രൈം നമ്പേഴ്സിന് നമുക്ക് ആ നമ്പർ ഇൻറ്റു 1 മാത്രമേ എഴുതാൻ പറ്റൂ, വേറെ രീതിയിൽ എഴുതാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇപ്പോ പ്രൈം നമ്പർ അല്ലാത്തൊരു നമ്പർ എടുത്തോ, 4 പ്രൈം നമ്പർ അല്ല. 4 നമുക്ക് എന്ത് എഴുതാം? 4 × 1 എഴുതാം, 2 × 2 എഴുതാം. പക്ഷെ പ്രൈം നമ്പറിന് അങ്ങനെ എഴുതാനേ പറ്റില്ല. പ്രൈം നമ്പറിന് നമുക്ക് ആകെ 2 × 1 എഴുതാം, 3 × 1 എഴുതാം. ഓക്കെ, പ്രൈം നമ്പർ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനെ പ്രൈം നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഏതാണ്? 140 ആണ് അല്ലെ? നമുക്ക് ഫസ്റ്റ് 2 എടുക്കാം. 140ൽ എത്ര 2 പോവും? 70 പ്രാവശ്യം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതി എടുത്താൽ മതി. 140യുടെ പകുതി 70. അഗൈൻ 2 കൊണ്ട് ചെയ്യാം. 70ൽ 35 പ്രാവശ്യം. 2 പോകും അല്ലെ? 70ന്റെ പകുതി 35. 2 പോവില്ല, 3 പോവില്ല. 3 പോവില്ല എന്നെങ്ങനെ മനസ്സിലായേ? 3, 5, 8. ഇത് രണ്ടും കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ടേബിൾ ഉണ്ടോ നോക്കുക. 3, 5, 8. 8 എന്ന് പറയുന്നത് 3ന്റെ ടേബിൾ ഇല്ലല്ലോ. 3, 6, 9 അങ്ങനെയല്ല 3. അപ്പൊ എന്താണ്? അപ്പൊ അത് നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. അടുത്ത നമ്പർ എടുക്കുക. അടുത്ത നമ്പർ ഏതാണ്? 5. ഈ ലാസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 5 കൊണ്ട് അപ്പം ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കണ്ട ഉടനെ. അപ്പോ 35ൽ 5 7 പ്രാവശ്യം പോലെ. അപ്പൊ ഈ 7 എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പ്രൈം നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് 7ൽ ഒരു പ്രാവശ്യം പോകും. ഇനി നമ്മൾ ഇതിനൊന്ന് എടുത്തെഴുതിയാൽ മതി. 140 ഈസ് ഈക്വൽ ടു എന്താണ്? 2 × 2 × 5 × 7. ഇനി ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സ്ക്വയർ ചെയ്തിട്ട്, അതായത് എന്ത്, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാം. സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും 2 × 2 2 സ്ക്വയർ × 5 × 7. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ തിയറി ഓഫ് അരിത്മെറ്റിക് പ്രകാരം എന്ത് കിട്ടി? 140 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ × 5 × 7 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ? ആർക്കെങ്കിലും സിമ്പിൾ എല്ലാം തോന്നുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നും ഇതില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യേ വേണ്ടു. അടുത്ത നമ്പറാണ് 156. ഓക്കെ, 2 വര ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? 2 എടുക്കൂല്ലേ? ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് അവസാനത്തെ നമ്പർ ഏതാന്ന് നോക്കിയാൽ, അവസാനത്തെ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉടനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 എടുത്തു. 156ൽ എത്ര 2 ഉണ്ട്? ഇതിന്റെ പകുതി എടുത്താൽ മതി. ഈ 156 ഒക്കെ ആകുമ്പോൾ എന്താണ്, പകുതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ? അപ്പൊ സാധാരണ ചെയ്താൽ മതി. 15ൽ എത്ര 2 ഉണ്ട്? 15ൽ 7 2 ഉണ്ട് അല്ലെ? 7 2 14 ഇത് 15 ആണ്. എത്ര ഡിഫറൻസ് ഉണ്ട് അവിടെ? 1ന്റെ അല്ലെ? 1 6 16. 16ൽ എത്ര 2 പോവും? 16ൽ 8 പ്രാവശ്യം അല്ലെ? ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരിക? 7ൽ 2 2 4 6 3 പ്രാവശ്യം പോലെ. 1 ബാക്കിയുണ്ട്. 1 8 18. 18ൽ 9 പ്രാവശ്യം. ഇനി 2 ഉണ്ടാവില്ല, അടുത്ത 3 കൊണ്ട് ചെയ്യാം. കാരണം 3 9 12 എന്ന് പറയുന്ന 3ന്റെ ടേബിളിലുണ്ട്. 3 കൊണ്ട് ചെയ്യാം. 39ൽ 3ൽ ഒരു പ്രാവശ്യം, 9ൽ 3 പ്രാവശ്യം. ഇനി വീണ്ടും ഇത് 13 ആണ്. 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? ആൻസർ കിട്ടി 156 ഈക്വൽ ടു 2 × 2 × 3 × 13.
ഓക്കെ, ആൻസർ ഇവിടെ എൻഡ് ആയോ? ഇല്ല, രണ്ട് നമ്പർ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻഷ്യൽ ഫോർമുല ഇതാ, 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 3825. 3825 രണ്ട് വരെ ഇടുക. ഫസ്റ്റ് നമ്മൾ ഏത് നോക്കുക? രണ്ട് പോലെ, കാരണം ലാസ്റ്റ് 5 ആണ്. ആ 5 ആരാണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് 3 പോവാൻ നോക്കാം. 3 പോകുന്ന എങ്ങനെയാ നോക്കുക? നിങ്ങൾ ഇതിനൊന്ന് ആഡ് ചെയ്ത് വെക്കുക. 3 തൊട്ട് 11, 11 2 13, 13 5 18 അല്ലെ? 18 എന്ന് പറയുന്നത് ആരുടെ ടേബിളുണ്ട്? 3ന്റെ ടേബിളിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 3 ഒരു പ്രാവശ്യം, 3 8 2 പ്രാവശ്യം പോലെ. 3 2 6 ആണ്, ഇത് 8 ആണ്. അപ്പൊ 2 അവിടെ ഉണ്ട്. 2 2 22. 22 എന്ന് പറയുമ്പോൾ 3ന്റെ ടേബിളിൽ വരുമ്പോൾ 7 പ്രാവശ്യം പോലെ. 7 3 21. ഇത് 22 അല്ലേ ഇത്? അപ്പൊ 1 അവിടെ ബാക്കിയുണ്ട്. 1 5 15 3 5 പ്രാവശ്യം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് 3 ഉണ്ടാവോ നോക്കാം. 1 2 3 3 7 10 5 15. 15 എന്ന് പറയുന്നത് 3ന്റെ ടേബിളുണ്ട്. അപ്പൊ നമുക്ക് ആരെ എടുക്കാം? 3 തന്നെ എടുക്കാം. 12 3 4 പ്രാവശ്യം, 7 3 2 പ്രാവശ്യം അല്ലെ? 3 2 6 ആണ്, ഇത് 7 ആണ്. 1 അവിടെ ബാക്കിയുണ്ട്. 1 5 15 3 5 പ്രാവശ്യം. ഇനി നമുക്ക് അടുത്ത നമ്പർ ആരെടുക്കാം? 4 2 6 5 11. 11 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഇല്ല. അപ്പൊ നമുക്ക് ആരെടുക്കാം? 5 എടുക്കാം അല്ലെ? 42 5 എത്ര പ്രാവശ്യമാണ്? 8 പ്രാവശ്യം. 8 5 40 ആണ്, ഇത് 42 ആണ്. 2 ബാക്കിയുണ്ട് അല്ലെ? 2ഉം 5ഉം ചേർന്ന് 25. 25ൽ 5 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 5 തന്നെ എടുക്കാം. 5 8 ഒരു പ്രാവശ്യം, 3 ബാക്കിയുണ്ട്. 3 5 35. 35ൽ 7 പ്രാവശ്യം. ഇപ്പൊ നമുക്ക് 17 കിട്ടി. 17 ഇവിടെ ഉണ്ട്, പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 17 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 3825 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. ഇവിടെ രണ്ട് നമ്പർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒരു എക്സ്പോണൻഷ്യൽ ഫോർമുല അങ്ങോട്ട് എഴുതി കൊടുക്കാം അല്ലെ? 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഓക്കെ, അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? 5005 അല്ലെ? 5005 4ാമത്തെ ക്വസ്റ്റ്യൻ 5005. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 5005 എഴുതുക, 2 വരെ ഇടുക. ഇതിൽ ഏത് നമ്പറാ പോവാ? 1 2 പോലെ, 3 പോലെ, 5 അല്ലെ? ലാസ്റ്റ് നമ്പർ നോക്കിയാൽ മതി. ജസ്റ്റ് 5 പോവും. 5ൽ 5 ഒരു പ്രാവശ്യം. 2 0 താഴ്ത്തി എഴുതുക. 5ൽ 5 ഒരു പ്രാവശ്യം. ഇനി നമ്മൾ അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ. 5 കഴിഞ്ഞാൽ ഏതാ? പ്രൈം നമ്പർ പോയില്ലേ? അവിടുന്ന് നമുക്ക് എഴുതാം. 2 3 5 7 11 13 17 19 23. ഇത് അറിയില്ല, നിങ്ങളൊന്ന് പഠിച്ചോട്ടോ. 100 വരെ ഉള്ളത് പഠിക്കാൻ ജസ്റ്റ് 5 മിനിറ്റ് മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രൈം നമ്പർ 7 എടുത്തു അല്ലെ? 7 എടുത്തു. 1001 എത്ര 7 ഉണ്ട്? അപ്പൊ 10ൽ എത്ര 7 ആ? ഒരു പ്രാവശ്യം അല്ലെ? ഒരു 7 ആണ്. ഇത് 10 ആണ് അല്ലെ? 3 ബാക്കിയുണ്ട്. 3 0 30. 30ൽ 7 4 പ്രാവശ്യം. 4 7 28. നമ്മുടെ നമ്പർ 30 ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്ത്? അവിടെ എത്ര ബാക്കിയുണ്ട്? 2 ഉണ്ട്. 2 1 21ൽ 7 3 പ്രാവശ്യം. ഇത് നമുക്ക് അടുത്ത നമ്പർ ഏതെടുക്കാം? 7 കഴിഞ്ഞാലുള്ള പ്രൈം നമ്പർ 7 കഴിഞ്ഞാൽ 11. ഓക്കെ, അപ്പൊ 11 എടുത്തു. 14ൽ 11 ഒരു പ്രാവശ്യം പോലെ. 11 ഇത് 14ആണ്. അപ്പൊ എത്ര ബാക്കിയുണ്ട്? 3 ഉണ്ട് അല്ലെ? 3 3 33ൽ 3 പ്രാവശ്യം. അപ്പൊ ഈ 13 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഒരു 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 5005 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അല്ലെ? 5 7 11 13. കിട്ടിയില്ല? നല്ല നമ്പർ അല്ല? അടിപൊളി നമ്പർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7429 അല്ലെ? 7429. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു തന്നാണ് 7429. ഓക്കെ, അപ്പൊ നമുക്ക് 2 പോവില്ല, 3 പോവോ? 3 പോകും നോക്കാം. 7 4 11 11 2 13 9 22. 22 3ന്റെ പോകുന്നില്ല.
ഇനി അടുത്തത് ഏതാണ്? അടുത്ത നമുക്ക് 5 എന്തായാലും പോവില്ല. 7 നോക്കാം. 7 ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുന്നുണ്ട്. 29 7 ഒരു പ്രാവശ്യം, ഒരു 7 ഓക്കെ. 4 പോയില്ല, അപ്പൊ ഒരു 0 ഇടാം. 42 7 6 പ്രാവശ്യം, 6 42 0 9 9 7 ഒരു പ്രാവശ്യം, ഒരു 7 അയ്യോ ബാലൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ 7 നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ നോക്കണം. അടുത്ത നമ്പർ ഏതാണ്? 11 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക, പിന്നെ 13 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. സമയം കളയുന്നില്ല, അത് രണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? അവിടെ റിമൈൻഡർ വരും. അപ്പൊ പൂർണ്ണമായിട്ടും പോകുന്ന നമ്പർ ഏതായിരിക്കാൻ സാധ്യതയുണ്ട്? 17 വെച്ച് ചെയ്ത് നോക്കാം അല്ലെ. 17 വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 17 വെച്ച് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം. ഓക്കെ. 17 74 എത്ര 17 പോവും? അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലെ. അപ്പൊ ചിന്തിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാം? തെറ്റിപ്പോവാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 17 ടേബിൾ എഴുതാം. 17 17 34 34 17 51 51 17 68 68 17 85 85 17 102 102 17 119 119 17 136 136 17 153 170. അപ്പൊ നമുക്ക് 17 ടേബിൾ കിട്ടി അല്ലെ. ഓരോന്നോരോന്നും കൂട്ടിയാൽ മതി, 17 വെച്ച് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പൊ 74 എത്ര 17 ഉണ്ട്? 74 എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെ വരും അല്ലെ. 4 പ്രാവശ്യം 4 17 68 ആണ്. ഇത് 74 ആണ്. അപ്പൊ അവിടെ എത്ര ബാക്കിയുണ്ട്? 6 ഉണ്ട്. 6 2 62 62 എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെയാണ് അല്ലെ. 3 പ്രാവശ്യം 3 17 51. നമ്മുടെ നമ്പർ എത്രയായിരുന്നു? 62 അല്ലെ. അപ്പോ എത്രന്റെ വ്യത്യാസമുണ്ട്? 62ഉം 51 തമ്മിൽ 11ന്റെ വ്യത്യാസം. 11 9 119 119 എത്ര 7 പോകുന്നുണ്ട്? 1 2 3 4 5 6 7 പ്രാവശ്യം അല്ലെ. 437. അതായത് 7429 17 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ 437 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ 19 അല്ലെ. 19 437 എത്ര 19 ഉണ്ടെന്ന് നോക്കുന്നേ. അപ്പൊ നമുക്ക് ജസ്റ്റ് 19 ടേബിൾ എഴുതാം. 19 38 57 57 19 67 77 76 അത്ര മതി. നോക്കാം, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എഴുതാം. ഓക്കെ. 43 എത്ര 19 ഉണ്ട്? 2 19 2 19 എത്രയാണ്? 38 ആണ് അല്ലെ. ഇത് 43 ആണ്. എത്രയുണ്ട് അവിടെ? ബാക്കി 5 5 7 57 57 എത്ര പ്രാവശ്യമാണ്? 1 2 3 പ്രാവശ്യം പോകും. ഇത് നോക്കൂ, നമ്മുടെ അടുത്ത നമ്പർ 23 ആണ്. 23 ആരാണ്? നമ്മുടെ പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 23 ഇങ്ങോട്ട് എടുത്തെഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുകയാണ്. 7429 ഈസ് ഈക്വൽ ടു 17 into 19 into 23. ഓക്കെ. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണിത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ സൂപ്പർ ആയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. എക്സസൈസ് 1.1 ഏതാണെന്നറിയോ? ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. ഇതിലെ കീവേഡ് എന്താണ്? കീവേഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒന്ന് LCM കണ്ടുപിടിക്കുക, 2 HCF കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കീവേഡ് എന്താ അറിയോ? വെരിഫൈ ദാറ്റ് LCM into HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഓക്കെ. സിമ്പിൾ ആണ്. ആദ്യം LCM കണ്ടുപിടിക്കുക, പിന്നെ HCF കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അങ്ങോട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? 26 and 91. 26 and 91. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ഇതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലെ. ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 26ന്റെ ചെയ്യാൻ പോവാണ്. 26 ഏത് നമ്പർ ഫസ്റ്റ് എടുക്കും? 2 എടുക്കും. 26 എത്ര 2 ഉണ്ട്? 13. അടുത്ത നമ്പർ 13, കാരണം 13 പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 26ന്റെ ചെയ്തു. 91 എടുക്കാം. 91
ഫസ്റ്റ് ഏത് നമ്പർ എടുക്കും? 2 പോവില്ല, ലാസ്റ്റ് നമ്പർ 1 ആണ്. 3 എടുക്കുക. 91 എത്ര 3 ഉണ്ട്? 3 പോവില്ല അല്ലേ, കാരണം 9 1 10 ആണ്. 10 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ നമുക്ക് 3 എടുക്കാൻ പറ്റൂല. ഓക്കെ, 5 പോവില്ല. പിന്നെ അടുത്ത 7 അല്ലേ, 7 പോവായിരിക്കും, കാരണം 7 into 10 70. 70 plus 21 is 91. 21 എന്ന് പറയുന്നത് 7ന്റെ ടേബിളുണ്ട്, 70യും 7 ടേബിൾ, അപ്പോൾ 91 പോവും. 9ൽ എത്ര 7 പോവും? ഒറ്റ പ്രാവശ്യം അല്ലേ, ഒരു 7, ഇത് 9 ആണ്. അപ്പൊ എത്ര അവിടെ ബാക്കിയുണ്ട്? 2 ഉണ്ട് അല്ലേ, 2 1 21, 21ൽ 3 പ്രാവശ്യം. അപ്പൊ വീണ്ടും നമുക്ക് കിട്ടി 13 കിട്ടി. ഓക്കെ, 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ വന്നാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ആ നമ്പർ എടുത്തങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇത് അങ്ങോട്ട് എഴുതാം അല്ലേ, അതിങ്ങോട്ട് എടുത്തെഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 26 is equal to 2 into 13. ഓക്കെ, 2 into 13. ഇനി അടുത്ത് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 91 is equal to 7 into 13. അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി അല്ലേ. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? അടുത്തത് LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് HCF നോക്കാം. ഓക്കെ, HCF of 26 and 91 is equal to, HCF എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ഏതാ വരുന്നത്? യെസ്, 13 ആണ് അല്ലേ. രണ്ടിൽ ഒരുപോലെയുള്ള ആളാണ് 13. അപ്പൊ നമുക്ക് എന്തായി? 13 നമുക്ക് HCF കിട്ടി. ഇനി LCM of 26 and 91 is equal to, LCM എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ കോമൺ ആയിട്ട് വരുന്ന നമ്പറിന് ഒറ്റ പ്രാവശ്യം എഴുതാം. ഓക്കെ, ഒറ്റ പ്രാവശ്യം. ബാക്കിയുള്ള എന്ത് ചെയ്യാം? എല്ലാം അതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 into 7 into 2 ഉണ്ട്, 7 into 13. 13 എത്ര പ്രാവശ്യം എഴുതണം? ഒറ്റ പ്രാവശ്യം എഴുതണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ചെയ്യാം. 2 into 7 equal to 14. 14 into 13 equal to എത്ര വരിക? 14 into 13 140, 42 182 അല്ലേ, 182. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? LCM കിട്ടി, HCF കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ശരിക്കും? LCM HCF കണ്ടുപിടിക്കുക, വെരിഫൈ ചെയ്യുക. എന്ത്? LCM into HCF equal to product of two numbers. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് now LCM into HCF is equal to, LCM എത്ര ആയിരുന്നുടാ? LCM into HCF equal to 182 into 13. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 182 into 13, 3 2 6, 324 2 ആക്കി, 3 2 5, ഇവിടെ 182 അല്ലേ. ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, അതേ നമ്പർ അങ്ങോട്ട് എടുത്തത്. അപ്പൊ 6 6 1 2, 2366. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? നമ്മുടെ നമ്പർ ഏതാ? 26 91 അല്ലേ. 91 into 26 equal to 6 into 91, 1 6 6, 9 6 54 അല്ലേ. 9 into 6 54, 2 1 2 വരുമ്പോൾ 18, 18 6 6 1 2, 2366. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? LCM into HCF equal to 2366. Product of two numbers equal to 2366. Thus നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? Thus LCM into HCF equal to product of two numbers. Okay, hence proved. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നു, പിന്നെ HCF കണ്ടുപിടിക്കുന്നു, എന്നിട്ട് HCF LCM മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് എന്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലാവുന്നു? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ നമ്മൾ
എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. 510 and 92. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 510 ഫസ്റ്റ് നമ്മൾ ഏത് നമ്പർ എടുക്കും? 2 എടുക്കും അല്ലേ. ലാസ്റ്റ് നമ്പർ 0 ആണ്. 510 എത്ര 2 ഉണ്ട്? 510 പകുതി എടുക്കുക. 510 പകുതി എത്രയാ? 255. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുക. ഓക്കെ, 5ൽ 2 പ്രാവശ്യം അല്ലേ. 2 4 ആണ്, ഇത് 5 അല്ലേ. അപ്പൊ ഒന്നവിടെ ബാക്കിയുണ്ട്. 1 11ൽ 2 5 പ്രാവശ്യം. 5 10 ആണ്, അത് 11 ആയിരുന്നു അല്ലേ. അപ്പൊ ഒന്നവിടെ ബാക്കിയുണ്ട്. 1 0 ആവും 10, 10ൽ 2 5 പ്രാവശ്യം പോകും. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതെടുക്കാം? 2 5 7 5 12. ഇത് 3 കൂട്ടിയാൽ 12 കിട്ടുന്നത്. അത് ഏതിന്റെ ടേബിളിലുണ്ട്? 3ന്റെ ടേബിളുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 3 എടുക്കാം. 25ൽ എത്ര 3 പോവും? 25ൽ 8 അല്ലേ. 8 into 3 24 ആണ്. ഇത് 25 അല്ലേ. അപ്പൊ 1 അവിടെ ഉണ്ട് അല്ലേ. 1 5 15ൽ 3 5 പ്രാവശ്യം പോകും. ഇത് നമുക്ക് ഏതെടുക്കാം? അടുത്ത 8 5 13, 3 അല്ല 5 എടുക്കാം അല്ലേ. ലാസ്റ്റ് നമ്പർ 5 കണ്ണും പൊട്ടിട്ട് എന്ത് ചെയ്യാം, 5 അങ്ങോട്ട് എടുത്തേക്കാം. അപ്പൊ നമുക്ക് 5 എടുക്കാം. 8ൽ 5 ഒരു പ്രാവശ്യം പോവും. 1 5 5 അല്ലേ. 8 ഇത് 8 5 1 5 5 3ന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. 3 5 35ൽ 5 7 പ്രാവശ്യം പോകും. 17 എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ്. ആരാണ്? 17 ആണ് നമ്മുടെ എന്ത് പ്രൈം നമ്പർ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 17 തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ കിട്ടി. രണ്ടാമത്തെ കൂടി ചെയ്യാം ഫാസ്റ്റ് ആയിട്ട്. 92 എന്ന് പറയുമ്പോ ഏത് നമ്പർ എടുക്കും? 2 എടുക്കും അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ പകുതി എടുക്കാം. 92ന്റെ പകുതി എത്രയാ? 46. യെസ്, 46. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 9ൽ 2 4 ടൈംസ് പോകും. 4 to 8 ആണ്, ഇത് 9 ആണ്. 1 ബാക്കിയുണ്ട്. 1 2 12ൽ 6, 12ൽ 2 പ്രാവശ്യവും 6 പ്രാവശ്യം. വീണ്ടും 2 എടുക്കാം. 46ൽ എത്ര 2 ഉണ്ട്? 23 2 ഉണ്ട്. പിന്നെ നമുക്ക് ഇതന്നെ ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, അതങ്ങനെ തന്നെ ഇടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 510ന്റെ ചെയ്തു, 92ന്റെ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങോട്ട് എടുത്തത് അല്ലെ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഏതാ ഫസ്റ്റ് നമ്പർ? 510 ഈക്വൽ ടു 2 into 3 into 5 into 17. ഓക്കെ, ഇനി അടുത്ത ആരാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 92 അല്ലെ. 92 ഈസ് ഈക്വൽ ടു 2 into 2 into 23. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി നമുക്ക് HCFും LCMും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? HCF ആദ്യം HCF കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും എളുപ്പം. HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള നമ്പറാണ്. എന്തെങ്കിലും കോമൺ ഉള്ളത്? യെസ്, 2 ഉണ്ട് അല്ലേ. 2 ഉണ്ട്. വേറെന്താ കോമൺ ഉള്ളത്? ഈ 2 മേലെ ഇല്ല, 3 ഒന്നുമില്ല. അപ്പൊ 2 തന്നെ അല്ലേ. HCF ടിം എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 2. അപ്പൊ ഇനി നമുക്ക് എത്രയാണ്? LCM കണ്ടുപിടിക്കണം അല്ലേ. LCM ഈക്വൽ ടു എന്താ വേണ്ടേ? കോമൺ ആയിട്ടുള്ള നമ്പറിന് ഒറ്റ പ്രാവശ്യം എഴുതാം. ഇതാ എഴുതി. കോമൺ അല്ലാത്ത നമ്പറിന് എല്ലാ നമ്പറും അങ്ങനെ തന്നെ എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി ആരൊക്കെ അവിടെ ബാക്കിയുണ്ട്? 2 ഉണ്ട്, പിന്നെ ആരുണ്ട്? 3 ഉണ്ട്, പിന്നെ ആരുണ്ട്? 5 ഉണ്ട്, പിന്നെ ആരുണ്ട്? 17 ഉണ്ട്, പിന്നെ 23 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം അല്ലേ. 2 into 2 4, 4 into 3 12, 12 into 5 60, 60 into 17 into 23 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 60 into 17 into 23 23,460 കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്താൽ 23,460 കിട്ടും. അപ്പൊ നമുക്ക് ആരെയൊക്കെ കിട്ടി? HCFും കിട്ടി, LCM കിട്ടി. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? HCF into LCM കാണുക. ഓക്കെ, നൗ HCF into LCM is equal to എത്രയാണ്? 2 into 23,460. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഇരട്ടി എടുക്കുക അല്ലെ. അപ്പൊ 23ന്റെ 23,000ന്റെ ഇരട്ടി 46,000, 460ന്റെ ഇരട്ടി 900 രൂപ. അപ്പോൾ 46,900 രൂപ. ഓക്കെ, 46,900
20 കിട്ടും. ഓക്കെ, ശരി തന്നെയല്ലേ? യെസ്, അതന്നെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ഏതായിരുന്നു നമ്പർ? 510 ഇൻറ്റു 92 അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സ്പീഡിൽ നോക്കാം. 510 ഇൻറ്റു 92, 2 ഇൻറ്റു 510 എന്ന് പറഞ്ഞാൽ 1020 അല്ലേ? 1020. 9 ഇൻറ്റു 510 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5100. 510 കുറച്ചാൽ എത്ര കിട്ടും? 4600, 4590 അല്ലേ? 4590 തന്നെയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, 02964. യെസ്, 46,920. ഓക്കെ, 920. അപ്പൊ നമുക്ക് രണ്ടാളും ഒരുപോലെ കിട്ടി അല്ലേ? LCM HCF ഈക്വൽ ടു 4690, പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പർ ഈക്വൽ ടു 4690. നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഒന്നുമില്ല, നമുക്ക് പ്രൂവ് ആയി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സോ HCF into LCM equal to product of two numbers. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ കണ്ടുപിടിച്ചു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്? 33654. ചെറിയ ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. 336 and 54. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം അല്ലെ? 336 എന്ന് പറയുമ്പോൾ 2 എടുക്കാം അല്ലെ? 2 3 ഒരു പ്രാവശ്യം പോകും. ഒരു 2 2ആണ്, ഇത് 3 ആണ്. 1 അവിടെ ബാക്കിയുണ്ട്. 1 3 13. 13ൽ 2 6 തവണ അല്ലെ? 6 2 12 ആണ്, ഇത് 13 ആയിരുന്നു. 1 അവിടെ ബാക്കിയുണ്ട്. 1 6 16. 16ൽ 8 പ്രാവശ്യം പോകും. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് 2 എടുക്കാം. 16ൽ 2 8 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം. വീണ്ടും 2 എടുക്കാം. അടിപൊളി നമ്പർ ആട്ടോ. വീണ്ടും എടുക്കാം. അപ്പൊ 84ൽ 8ൽ 2 4 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം. അരവ. ഇനി വീണ്ടും 2 എടുക്കാം. 42ൽ 21 പ്രാവശ്യം. വീണ്ടും 2 എടുക്കാൻ പറ്റില്ല. എത്ര എടുക്കാം? 3 എടുക്കാം. 21ൽ 3 7 പ്രാവശ്യം. വീണ്ടും നമുക്ക് 7 എടുക്കാം, 1 പ്രാവശ്യം. 336 കഴിഞ്ഞു. ഇനി 54 അല്ലേ? 54 എന്ത് ചെയ്യാം? കണ്ണുകൂട്ടി തുറക്കുമ്പോൾ നമുക്ക് ചെയ്താളി അല്ലേ? 2 എടുക്കാം, 27 ആണ്. 3 എടുക്കാം, 27ൽ 3 9 പ്രാവശ്യം. വീണ്ടും 3 എടുക്കാം, 9ൽ 3 പ്രാവശ്യം. വീണ്ടും 1. അപ്പൊ നമ്മൾ ഫിനിഷ് ആക്കി അല്ലേ? ഫാസ്റ്റ് ആയിട്ട്. നമുക്ക് ഇവിടെ എഴുതാം, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 336 ഈക്വൽ ടു 2 into 2 into 2 into 2 into 3 into 7. ഓക്കെ, ഇനി നമുക്ക് എന്തെടുക്കാം? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 54 is equal to 2 into 3 into 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കണം. യെസ്, HCF ഈക്വൽ ടു HCF ഓഫ് ഈ രണ്ട് നമ്പർ ഏതാ? ഒരേപോലെ വരുന്ന നമ്പർ ഏതാ? നോക്കിക്കോ, 2 വരുന്നുണ്ട് അല്ലേ? പിന്നെ ആര് വരുന്നത്? പിന്നെ 3 വരുന്നുണ്ട് അല്ലേ? 3 വരുന്നുണ്ട്. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് HCF കിട്ടിപ്പോയി. ഇത്രയാണ് 2 into 3 ഈക്വൽ ടു 6. ഇനി LCM ഈക്വൽ ടു, LCM എന്ന് പറഞ്ഞാൽ ഒരേപോലെ വരുന്ന നമ്പർ അങ്ങനെ തന്നെ ഒറ്റ പ്രാവശ്യം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2 into 3 into ബാക്കി എല്ലാ നമ്പർ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 1 2 3 2 3 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 into 2 into 2 into 2 into 2 into പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? 3 into പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ ഒരു 7 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 to 4, 4 to 8, 8 to 16, 16 to 32, 32 into 3 equal to 99. 99 into 7 is equal to എത്ര കിട്ടുന്നത്? 99 into 7 is equal to മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതല്ലേ? 2 into 2 into 2 into എത്ര പ്രാവശ്യം 2 വരുന്നത്? 4 പ്രാവശ്യം.
5 പ്രാവശ്യം വരുന്നുണ്ട് അവിടെ. 1 4 പ്രാവശ്യം വരുന്നുള്ളൂ അല്ലേ. നമ്മളിവിടെ ഒരു 2 അധികം എഴുതി പോയിട്ടുണ്ട് തോന്നല്ലോ. ഈ 2ന് പകരം ഒരു 2 എഴുതി. ഓക്കെ, പിന്നെ എത്ര 2 ഉള്ളത്? 1 2 3 3 പ്രാവശ്യം അല്ലേ. 1 2 3. അപ്പോൾ ഒരു 2 നമ്മൾ അധികം എഴുതി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 2 4 4 2 8 8 2 24 24 into 3 equal to 72 72 into 7 equal to എത്ര വരുന്നത്? 3024 അല്ലേ. 3024. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നൗ LCM into HCF equal to 3024 into 6. ഇതിനെ നമ്മൾ 3024 into 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടാന്നറിയോ? 18144. ഇനി നമുക്ക് ആരെയാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ നമ്പർ? 336 into 54. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നറിയോ? 18144. അപ്പൊ നമുക്ക് എന്ത്? രണ്ടും ഒരുപോലെ കിട്ടി അല്ലേ. അപ്പൊ നമ്മുടെ സംഗതി എന്തായി? പ്രൂവ് ആയി. ഹെൻസ് LCM into HCF equal to product of 2 numbers. Okay, product of 2 numbers. അപ്പൊ നമ്മൾ എന്ത്? സംഗതി പ്രൂവ് ആയി അല്ലേ. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കാം, HCF കണ്ടുപിടിക്കാം, രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അല്ലേ. വളരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണിത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 3യുമായി കാണാം. ഓക്കെ, ഹലോ ഡിയർ ചിൽഡ്രൻ, മാത്സിലെ ടോപ്പ് സ്കോറർ ആവാൻ 4 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക എന്നുള്ളത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 3 സ്റ്റെപ്പും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പ് മാർക്ക് നേടാൻ സാധിക്കില്ല. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റും മനസ്സിലാവാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈസി മാത്സ് ചാനൽ പഠിപ്പിക്കുന്നത് മാത്സ് വളരെ ഈസി ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1ലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ LCM ആൻഡ് HCF. LCM HCFും കാണാനാണ് അല്ലേ. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ്. ഇതിന്റെ കീവേഡ്സ് LCM HCFും കാണാനാണ്. ഓക്കെ, അപ്പോ ഇതില് വേറൊരു കാര്യം എന്താണ്? ഫോളോയിങ് ഇൻഡിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. നേരത്തെ 2 നമ്പർ ആയിരുന്നു, ഇപ്പൊ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട് അല്ലെ. ഇവിടെ ഇൻഡിജേഴ്സിന് എന്തോന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ, ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമുക്ക് സോൾവ് ചെയ്തൂടെ അല്ലെ. സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. 12 15 21 3 നമ്പർ അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിനും പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലെ. 12 ഇത് വളരെ സ്മോൾ നമ്പർ ആണ്, വളരെ സിമ്പിൾ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ റൈറ്റ്. 12നെ എങ്ങനെയാ? 12 നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ തന്നെ അങ്ങോട്ട് കാണാം അല്ലെ. സത്യത്തിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ ചെയ്യണമെന്നില്ല. 12 ഓക്കെ, 12നെ നമുക്ക് ചെയ്യാം. എങ്ങനെയാ ചെയ്യാം? 12നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഏതെടുക്കും? 2 എടുക്കും അല്ലെ. 2 12ൽ എത്ര 2 ഉണ്ട്? 6 പ്രാവശ്യം പോകും. വീണ്ടും 2 എടുക്കും. 6ൽ എത്ര 2 ഉണ്ട്? 3 3 2 അല്ലേ 6. ഇനി വീണ്ടും അടുത്ത നമ്പർ 3 എടുക്കും. 3ൽ 3 ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞു. അടുത്ത നമ്പർ ഏതാ? 15 എടുക്കാം. 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. 3 എടുക്കാം അല്ലെ. 15ൽ എത്ര 3 ഉണ്ടടാ? 5 3. ഓക്കെ, അപ്പൊ 5ൽ 5 ഒരു പ്രാവശ്യം. ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതാ? 21 അല്ലെ. 21 എന്ന് പറയുമ്പോ 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെടുക്കാം? 3 എടുക്കാം. 21ൽ എത്ര 3 ഉണ്ട്? 7. പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 7 അല്ലേ.
7 ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് 3ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി. ഇത് നമ്മൾ എന്താ അതിങ്ങോട്ട് എടുത്തത് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 is equal to എത്രയാണ്? 2 into 2 into 3 അല്ലേ? യെസ്. ഇനി അടുത്തത് ഏതാണ്? 15. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 15 ഈക്വൽ ടു 3 into 5. അടുത്ത പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 21 ഈസ് ഈക്വൽ ടു 3 into 7. അപ്പൊ നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ട? ഫസ്റ്റ് LCM HCF കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് നമുക്ക് സിമ്പിൾ. HCF ഈസ് ഈക്വൽ ടു, HCF എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഏത് നമ്പർ കോമൺ ആയിട്ടുള്ള നോക്കിയേ. 2 കോമൺ ആണോ? അല്ല, 3 കോമൺ ആണ് അല്ലേ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് HCF സുഖമായിട്ട് കിട്ടി. എത്രയാണ്? 3. ഈ LCM അല്ല കണ്ടുപിടിക്കണ്ടേ? LCM ഈക്വൽ ടു ഒന്നുമില്ല. LCM ഈ കോമൺ ആയിട്ടുള്ള നമ്പർ ആദ്യം എഴുതുക. ഓക്കെ, അപ്പൊ എത്രയാണ് കോമൺ ആയിട്ടുള്ള നമ്പർ? 3 ആണ് അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അങ്ങ് എഴുതി കൊടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ? 2 into 2 into 5 into 7. ബാക്കി നമ്പേഴ്സ് ഒക്കെ എത്രയുണ്ടോ അത് മൊത്തമായിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 to 6, 6 to 12, 12 5 60, 60 into 7 420. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടിയില്ലേ? വേറെന്താ കണ്ടുപിടിക്കേണ്ട? LCM HCF കണ്ടുപിടിക്കുക അല്ലെ? കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ എല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലെ? ഈ നമ്പേഴ്സ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്താ കാണുന്നുണ്ടോ? എന്താ കാണുന്നത്? 17, 23, 29 തന്നെ അല്ലെ? ഞാനും അതിനാണ്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? പറയാൻ പറ്റുമോ എന്താന്നുള്ളത്? 17 എന്ന് പറയുന്ന ആരാണ്? പ്രൈം നമ്പർ ആണ്. 23 ആരാണ്? പ്രൈം നമ്പർ ആണ്. 29 ആരാണ്? പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് എഴുതുവാണ്. 17 ഒരു പ്രാവശ്യം. ഓക്കെ, 23 ഒരു പ്രാവശ്യം. 29 ഒരു പ്രാവശ്യം. കഴിഞ്ഞു, പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ഇവിടെ മാറ്റിയതാ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 17 ഈസ് ഈക്വൽ ടു 17 into 1. ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഇട്ടേക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 23 ഈസ് ഈക്വൽ ടു 23 into 1. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 29 ഈസ് ഈക്വൽ ടു 29 into 1. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് കണ്ടുപിടിക്കണം? LCM HCF അല്ലെ? ഫസ്റ്റ് HCF നോക്കാം. HCF ഈക്വൽ ടു, എടാ ഇവിടെ കോമൺ നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ടല്ലേ? 1 ഉണ്ട്. നമ്മൾ ഈ 1 എഴുതിയിട്ടെങ്കിൽ നമ്മളെന്താ ചിന്തിക്കാറിയോ? ഇവിടെ 1 എഴുതിയിട്ട് ഒറ്റ കോമൺ നമ്പർ ഇല്ല. അപ്പൊ HCF 0 അങ്ങനെ മനസ്സിലാക്കും. പക്ഷെ അതെന്താണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ആരെ കൂട്ടണം? 1നെ കൂട്ടണം. കാരണം 1നെ കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് HCF ആരെ കിട്ടി? HCF ഈക്വൽ ടു 1 കിട്ടി. ഇനി LCM ഈസ് ഈക്വൽ ടു എത്രയാണ്? 17 into 23 into 29. നമുക്ക് ഇതിനകം മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 17 into 23 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ ഫാസ്റ്റ് ആയിട്ട്. 17 into 23. അപ്പൊ 3 into 7 21, 3 into 1 അങ്ങനെയൊന്നും കൂട്ടണ്ട. നിങ്ങൾ 10th എത്തിയില്ലേ? ഫാസ്റ്റ് ആയിട്ട് കൂട്ടിക്കോ. 17 into 3 എത്രയാ? 3 എത്രയാ? 51. ഓക്കെ, 2 into 17 എത്രയാ? 34. 1 5 4 9 391. 391 into അടുത്ത നമ്പർ ഏതാ? 29 അല്ലേ? 29. അപ്പോ 9 into 391 എത്രയാ? അതും ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട.
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 9 into 1 9, 9 into 9 81, 8 ബാലൻസ് 3 9 27, 8 35. 2 into 391 ഈക്വൽ ടു ഒരു 2 2 2 into 9 18 8 1 ആക്കി 6 1 7. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 11,339. എത്ര കിട്ടിയത്? 11,339. അങ്ങനെ തന്നെയാണോ ആൻസർ വരിക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, കറക്റ്റ് ആണ്. 11,339. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ആൻസർ കിട്ടി അല്ലേ? ഇനി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോവാണ്. അപ്പൊ മൂന്നാമത്തെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം അല്ലെ? 8ന്റെ പ്രൈം ഫാക്ടർ ഇത് എങ്കിൽ പോരാ അല്ലെ? എങ്കിൽ പോരാ. നമ്മൾ എന്ത് ചെയ്യുന്നു? 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഏത് നമ്പർ എടുക്കാം? 2 എടുക്കാം. 8ൽ 2 4 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 2ൽ 2 1 പ്രാവശ്യം അല്ലെ? പിന്നെ 9ന്റെ എത്രയാ? ഏറ്റവും ചെറിയ നമ്പർ ഏതെടുക്കുക? എത്രയാണ്? 3 എടുക്കുക അല്ലെ? 3. 3ൽ 9 3 പ്രാവശ്യം പോകും. ഇത് നമുക്ക് ഏത് നമ്പർ ഉപയോഗിക്കാം? 3 ഉപയോഗിക്കാം, 1 പ്രാവശ്യം. അടുത്ത 25. 25 എന്ന് പറയുമ്പോൾ 3 പോവില്ല, 5 അല്ലെ? 5 25ൽ 5 പ്രാവശ്യം, 5ൽ 5 തന്നെ എടുക്കാം, 1 പ്രാവശ്യം. അപ്പൊ സ്റ്റുഡൻസ് നമ്മൾ എന്ത് ചെയ്യണം ഇനി? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 8 ഈക്വൽ ടു 2 into 2 into 2. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 9 ഈക്വൽ ടു എത്രയാണ്? 3 into 3. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 25 ഈക്വൽ ടു 5 into 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാം കിട്ടി. ഓക്കെ, നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇത് എന്താണ്? HCF കണ്ടുപിടിക്കുക. HCF ഈക്വൽ ടു ആരാണ് കോമൺ ആയിട്ടുള്ളത് എല്ലാത്തിലും? അയ്യോടാ, ഇതിൽ കോമൺ ആയിട്ട് ആരും കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ഏതായിരുന്നു? 1 ഏതാ അല്ലെ? അപ്പൊ നമുക്ക് into 1 കൊടുക്കാം. അപ്പോ HCF ആരാണ്? 3ലുള്ള ആള് 1. ഒന്നും കാണുന്നില്ല, 1 കേട്ടോ HCF. അതാണ് അതിന്റെ ആൻസർ. ഇനി LCM ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാം അങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലെ? 2 into 2 into 2 into 3 into 3 into 5 into 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 2 2 4 4 2 8, 8 into 3 24, 24 into 3 equal to 72, 72 into 5 is equal to 360, 360 into 5 equal to 1800. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. ഓക്കെ, ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് മാത്സ് വളരെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. മാത്സ് ആക്ച്വലി സിമ്പിൾ സബ്ജക്റ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന പോലെ മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സസൈസ് 1.1ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നൊന്ന് കറക്റ്റ് മനസ്സിലാക്കാം. ഇവിടെ given that HCF of 306 657 is 9 അത് തന്നു. ഫൈൻഡ് LCM. അപ്പൊ ഇവിടെ കീ വേർഡ് എന്താണ്? LCM കണ്ടെത്താനാണ് പറയുന്നത്. അത് ആക്ച്വൽ മെത്തേഡിലല്ല. നമുക്കിപ്പോ 306 657 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് അത് അങ്ങനെ LCM കണ്ടെത്താം. പക്ഷെ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? HCF തന്നിട്ടുണ്ട്. LCM ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പോ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം? ഗിവൺ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തെഴുതാം. ഗിവൺ HCF of 306, 657 is equal to 9. HCF തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ ആരെ കണ്ടുപിടിക്കണം? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്.
LCM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ HCF തന്ന കേസിൽ LCM കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു ഫോർമുല ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. HCF into LCM equal to product of two numbers. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, we know that HCF into LCM is equal to product of two numbers. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? HCF നമുക്കറിയാം എത്രയാണ്? 9 അല്ലെ? HCF 9 ആണ്. 9 into LCM നമുക്ക് അറിയില്ല, അപ്പൊ LCM അങ്ങനെ തന്നെ എഴുതാം. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഏതൊക്കെയാണ് നമ്മുടെ നമ്പർ? 306 into 657. അപ്പൊ ഇനി നമുക്ക് ആര് കണ്ടുപിടിക്കണം? LCM. LCM കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? LCM അവിടെ തന്നെ വെക്കുക. ഓക്കെ, LCM is equal to 306 into 657 divided by 9. അതായത് ഈ 9 എങ്ങോട്ട് പോകുന്നു? ഈ 9 താഴോട്ട് പോകുന്നു. മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷൻ ആയിട്ട് മാറുന്നു. ഇത് നമ്മളിങ്ങനെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താ അറിയോ? ഈ 9 കൊണ്ട് മുകളിലത്തെ നമ്പർ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കലാണ്. അങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ 306 എത്ര 9 ഉണ്ട്? ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. 9 9 ഒരു പ്രാവശ്യം. ഓക്കെ, 306 അല്ലേ? 30 എത്ര 9 ഉണ്ട്? 30 9 9 18 27. 30 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം. 27 അല്ലേ? ഇവിടെ 3 ബാക്കിയുണ്ട്. 3 ബാക്കിയുണ്ട്. 3 6 36. 36 എത്ര 9 ഉണ്ട്? 36 4 പ്രാവശ്യം അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലായി? 306 9 എത്ര പ്രാവശ്യം പോകും? 34 പ്രാവശ്യം. നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല, നേരെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 306 ഹരിക്കണം 9 സമം 34. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തൂടെ? 657 into 34 is equal to 7 4 28 2 balance 4 5 20 plus 2 22 2 balance 6 4 24 plus 2 26 3 7 21 3 5 15 plus 2 17 3 6 18 plus 1 19. അതായത് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞില്ല. ഓക്കെ, 6 7 13 3 1 2 3 12 2 22,000. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? LCM 22,338. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM അല്ലേ കണ്ടുപിടിക്കണ്ടു? LCM നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 22,338. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ടഫ് തോന്നിയോ? ഇല്ല. എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. എക്സസൈസ് 1.1 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ക്വസ്റ്റ്യൻ എന്നറിയോ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ ഒരു ഭീകര ജീവിയെ പോലെ ഉണ്ട്, പക്ഷെ സംഗതി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇവിടെ എന്താ ചോദിക്കുന്നത്? വളരെ കൃത്യമായിട്ട് ചോദ്യം എന്താന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് ഇതിലെ കീ വേർഡ്സ് എന്താന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. ചെക്ക് വെദർ 6 raised to n. 6 raised to n കീ വേർഡ് ആണ്. ഓക്കെ, 6 raised to n can end with digit 0. അതായത് 6 raised to n എന്ന് പറയുന്നത് ഡിജിറ്റ് 0യിൽ അവസാനിക്കുമോ എന്നാ ചോദിക്കുന്നത്. ഫോർ എനി നാച്ചുറൽ നമ്പർ, ഇതൊരു കീവേഡ് ആണ്. നാച്ചുറൽ നമ്പർ n, അത്രേ ചോദ്യമുള്ളൂ. 6 raised to n എന്നുള്ളത് എന്തിൽ അവസാനിക്കോ എന്നുള്ളത്? 0യിൽ അവസാനിക്കോ എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 raised to n അല്ലേ പറയുന്നത്? 6 raised to n എന്നല്ലേ പറയുന്നത്? n ആരാണ്? n ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആ നമ്പർ അല്ലേ നാച്ചുറൽ നമ്പർ. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കൊടുത്താൽ അതിന്റെ ആൻസറിൽ 0 വരുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സിംപ്ലി ഒന്ന് കൊടുത്തു നോക്കാം. 6 raised to n ന് പകരം 1 കൊടുക്കുന്നു കേട്ടോ. 6 raised to 1 equal to 6. n ന് പകരം 2 കൊടുക്കുന്നു. 6 raised to 2 എന്ന് പറഞ്ഞാൽ 6 into 6 equal to 36. 6 raised to 3 എന്ന് പറഞ്ഞാൽ 6 into 6 into 6 equal to 36 into 6. 6 36
3 18 3 21 216. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും 6⁴ നോക്കിയാലും 5 നോക്കിയാലും ഒരിക്കലും എന്താവില്ല എന്നറിയോ, ഇത് 0യിൽ എൻഡ് ചെയ്യില്ല. ഓക്കെ, 0യിൽ എൻഡ് ചെയ്യില്ല. ആൻസർ കിട്ടി ഇല്ല, നോ എന്നാണ് ആൻസർ. പക്ഷെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണല്ലോ. അപ്പൊ ഏത് നമ്പറാണ് 0യിൽ എൻഡ് ചെയ്യുമെന്ന് അറിയോ? അങ്ങനത്തെ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു നമ്പർ എടുക്കുന്നു 10 എന്ന് പറയുന്നത് 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പറാണ്. അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ നോക്കിക്കോ. 10 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഏതാ 2 എടുക്കാം അല്ലെ. 10ൽ 2 5 ടൈംസ് 5 10. ഓക്കെ, ഇനി അടുത്തൊരു 0യിൽ അവസാനിക്കുന്ന ഒരു നമ്പർ നോക്കിയേ, നിങ്ങൾ പറഞ്ഞാട്ടെ. 60. യെസ്, 60 60. ഫസ്റ്റ് ഏതെടുക്കാം? 2 എടുക്കാം. 60ൽ എത്ര 2 ഉണ്ട്? 30 പ്രാവശ്യം. പിന്നെയും 2 എടുക്കാം. 30ൽ എത്ര 2 15 പ്രാവശ്യം. പിന്നെ നമുക്ക് 3 എടുക്കാം. 15ൽ എത്ര 3 5 പ്രാവശ്യം. പിന്നെ 5 എടുക്കാം, 1 പ്രാവശ്യം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു നമ്പർ, വേറെ നമ്പർ കൂടി പറഞ്ഞേ. ഒരു 120. ഓക്കെ, 120 എടുത്തു കഴിഞ്ഞാൽ 2 എടുക്കാം അല്ലെ. 60 പ്രാവശ്യം പോകും. 60ൽ 2 30 പ്രാവശ്യം. പിന്നെയും 2 എടുക്കാം, 15 പ്രാവശ്യം. പിന്നെ നമുക്ക് 3 എടുക്കാം, 5 പ്രാവശ്യം. പിന്നെ 5 എടുക്കാം, 1 പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 0യിൽ അവസാനിക്കുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? അവയിലൊക്കെ ആരുണ്ടെന്നറിയോ? കോമൺ ആയിട്ട് 2 ഉണ്ട്, 5 ഉണ്ട്. 2 ഉണ്ട്, 5 ഉണ്ട്. 2 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0യിൽ ഒരു നമ്പർ അവസാനിക്കണമെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരുണ്ടായിരിക്കണം? 2 ഉണ്ടായിരിക്കണം, 5 ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 6ന്റെ 2 പോകും അല്ലെ. 6ൽ 2 3 പ്രാവശ്യം. 3ൽ 3 1 പ്രാവശ്യം. അപ്പൊ 6ന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2ഉം 5ഉം ഉണ്ടോ? ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 5 ഇല്ല. 5 ഇല്ല. ഓക്കെ, 5 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറ്റില്ല? ഈ 6ന്റെ n-ന് 6n എന്ന് പറയുമ്പോൾ n-ന് ഏത് വാല്യൂ കൊടുത്താലും അത് 0യിൽ എൻഡ് ചെയ്യില്ല. 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആര് വേണം? 2ഉം വേണം, 5ഉം വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് digit 0, then the prime factorization of the number must contain the factor of 10 as 2 into 5. അതായത് ഫാക്ടേഴ്സിൽ ആര് വേണം? 2ഉം 5ഉം വേണം. ഇവിടെ ആരില്ലായിരുന്നു? 5 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Now the prime factorization of 6n equal to എന്താണ്? 2 into 3 അല്ലേ? ഇതല്ലേ പ്രൈം ഫാക്ടറൈസേഷൻ 6ന്റെ? 2 into 3 whole raised to n. അപ്പൊ ഇതിൽ ആരില്ല? അതിൽ 5 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Since it does not contain the factors, since it does not contain the factors of 10 as 2 into 5, അതുകൊണ്ട് എന്താണ്? thus 6 raised to n cannot end with the digit 0. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതിലുള്ളൂ. ഈ 6നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2 into 3 ഇതാ കിട്ടുക. അതിൽ ആരില്ല? 5 ഇല്ല. പ്രൈം ഫാക്ടറൈസേഷനിൽ 2ഉം 5ഉം ഉണ്ടെങ്കിലേ ഒരു നമ്പർ 0യിൽ അവസാനിക്കൂ. സിമ്പിൾ കോൺസെപ്റ്റ് അല്ല, മനസ്സിലായില്ലേ? നമുക്ക് ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കോംപ്ലക്സ് ആണ്, പക്ഷെ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. എന്താണ് ചോദ്യം എന്നറിയോ? എക്സ്പ്ലെയിൻ വൈ. കീവേഡ്സ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ വൈ, ഈ നമ്പർ ഒരു കീവേഡ് ആണ്. 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. ഈ നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ അറിയോ?
കോമ്പോസിറ്റ് നമ്പർ എന്താന്ന് നോക്കാം. ഇപ്പോൾ 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, അത് നമുക്ക് 2 into 2 എന്ന് എഴുതാം. 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, അതിന് നമുക്ക് 2 into 5 എന്ന് എഴുതാം. ഓക്കെ, 20 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, അതിന് നമുക്ക് 2 into 5 എന്ന് എഴുതാം. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ പിന്നെ ആ നമ്പർ അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് അതിലുണ്ടാവും. ഓക്കെ, അതേസമയം പ്രൈം നമ്പർ ആണെങ്കിലോ, പ്രൈം നമ്പർ 11 ഒരു പ്രൈം നമ്പറാണ്, 11 നമുക്ക് 11 into 1 മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ആ നമ്പർ അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് അതിലുണ്ടാവും, ആ നമ്പറും 1ഉം അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും. കാണുന്നില്ലേ ഇതിലൊക്കെ വേറെ ഫാക്ടേഴ്സ്. അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാന്ന് വിചാരിച്ചു, ആ 13 അവിടെ ഇല്ല. 7 into 11 into 13 ഈസ് ഇറ്റ് എ കോമ്പോസിറ്റ് നമ്പർ? ഡെഫിനറ്റ്ലി യെസ്. എന്തുകൊണ്ടാ? ഇതിൽ വേറെയും കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ, വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ആ നമ്പർ അല്ലാത്ത. അപ്പൊ ഇതെന്തായാലും എന്താണ് കോമ്പോസിറ്റ് നമ്പർ ആവുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു +13 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് മാത്രം ചെക്ക് ചെയ്യണം. ഇവിടെ അതന്നെ കേസ്, ഈ +5 വന്നുകൊണ്ട് മാത്രം കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ 5 അവിടെ ഇല്ലെങ്കിൽ 100% എന്തായിരുന്നു, കോമ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാം. ആൻസർ എഴുതാൻ പോവാണേ. 7 into 11 into 13 plus 13 is equal to, ഇവിടെ നമ്മൾ നോക്കിക്കോ, ഇവിടെ രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട്, 13 ഉണ്ട് അല്ലെ, കോമൺ ആയിട്ട്. ആ 13 നമുക്ക് അങ്ങോട്ട് പുറത്തെടുക്കാം. 13 into, ഇവിടെ ബാക്കി ആരല്ലേ, 7 into 11. ഇവിടെ ബാക്കി ആരുള്ളത്, പ്ലസ് ഈ 13 വരും 1 അല്ലെ. അതായത് 7 into 11 into 13 ഒരു 13 പുറത്തെടുത്തു, 13 എന്ത് ചെയ്തു, ഒരു 13 പുറത്തെടുത്തു, ആ 1 ആണ് ബാക്കിയുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈക്വൽ ടു 13 into 7 into 11 എത്ര, 77 plus 1 equal to 78. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം, 13 into 78 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. 78 2 എത്രയാണ്, 39 അല്ലേ, 39 പ്രാവശ്യം പോകും. പിന്നെ നമുക്ക് എത്ര എടുക്കാം, 3 എടുക്കാം. 3 എന്ന് പറയുമ്പോൾ 39 13 പ്രാവശ്യം, 13 എടുക്കാം ഒറ്റ പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 into 3 into 13 കിട്ടി അല്ലേ, ഇസ് ഈക്വൽ ടു 13 into 2 into 3 into 13 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു, ഈ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടുക, 13 into 26 into 3 into 78, 78 into 13 equal to 78 into 13 is equal to 3 8 24 23 1014 കിട്ടും അല്ലെ, 1014. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഈ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ ഈ നമ്പർ ഇതൊരു പ്രൈം നമ്പർ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് ആകെ എങ്ങനെ കിട്ടാന്നറിയോ, 1014 into 1 അത്രേ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് 100% ആരാണ്, കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് താഴെ എന്ത് എഴുതാം, സിൻസ് എന്താണ്, it has factor other than 1 and itself. It has factor other than 1 and the number itself. അതായത് ഇതിന് ആരുണ്ട്, ഈ നമ്പറും 1ഉം അല്ലാണ്ട് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു 1 കൊടുക്കട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഈ നമ്പറും 1ഉം അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതാരാണ്, ഇത് 100% ആരാണ്, നമ്മുടെ കോമ്പോസിറ്റ് നമ്പർ ആണ്. ദസ് ഇവിടെ തന്നെ അല്ലേ, ദസ് നമ്പർ ഏതാണ്, 7 into 11 into 13 plus 13 is a composite number. Okay, composite number. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തൂടെ.
അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്? 7 ഇൻറ്റു രണ്ടാമത്തെ പാർട്ട് തന്നെ. ഓക്കെ, ഇത് ഒന്നാമത്തെ പാർട്ട്. 7 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5. ഇവിടെ ഒരു 5 ആണ് താരം. ഓക്കെ, രണ്ടിലും ആരുണ്ട്? 5 ഉണ്ട്. അപ്പൊ നമുക്ക് ആരെ പുറത്തെടുക്കാം? കണ്ടില്ലേ, രണ്ടിലും 5 ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ 5 നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുത്തൂടെ? എന്നിട്ട് എന്ത് ചെയ്താം? 5 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇവിടുത്തെ 5 അവിടെ പോയി, ആ 5നെ നമ്മൾ പുറത്തെടുത്ത. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലസ് ഈ 5നെ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി അവര് ആരാ ഉണ്ടാവും? അവിടെ 1 ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു എത്രയാണ്? 7 ഇൻറ്റു 6 ഈക്വൽ ടു 42. 42 ഇൻറ്റു 4 ഈക്വൽ ടു 168. 168 ഇൻറ്റു 3 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും അറിയോ? 1008 കിട്ടും. 1008. ഇവിടെ ഒരു 1 കൂടി ഉണ്ട്, പ്ലസ് 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അടുത്ത ആൻസർ 5 ഇൻറ്റു 1009 അല്ലേ? 5 ഇൻറ്റു 1009. 5 ഇൻറ്റു 1009. 5 ഇൻറ്റു 1009 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5045. 5045. അപ്പൊ ഈ 5045 എന്ന് പറയുന്ന നമ്പറിന് 5045ഉം 1ഉം അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഇതൊരു ഫാക്ടറാണ്, ഇത് മറ്റൊരു ഫാക്ടറാണ്. അപ്പൊ ആ നമ്പറിന് 1ഉം ആ നമ്പർ ഇല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 100% ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കൊടുക്കാം. ഇറ്റ് ഹാസ് ഫാക്ടേഴ്സ് other than 1 and the number itself. നമ്പർ മേലുണ്ട്, അതുപോലെ തന്നെ എഴുതിയാൽ മതി. itself. thus ആരാണ്? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. എന്താണ് ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പറിനെ അങ്ങോട്ട് പുറത്തെടുത്തു, എന്നിട്ട് അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതി. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി. ഈ ആൻസറിൽ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഈ നമ്പർ 1 അല്ലാണ്ട്. അപ്പൊ 100% ആരാണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? നോക്കിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബോധം കിട്ടുമോ എന്ന് വെച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ സോഷ്യൽ സയൻസ് ആണോ? പക്ഷെ സംഗതി വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വളരെ ചെറുതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാവും, പക്ഷേ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നുമില്ല, മാത്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ കീ പോയിന്റ്സ് എന്താന്നുള്ളത് നോട്ട് ചെയ്യാം. There is a circular path around a sports field. ഒരു സ്പോർട്സ് ഫീൽഡിൽ എന്തുണ്ടെന്ന് പറയുന്നത്? സർക്കുലർ പാത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കുലർ പാത്ത് അങ്ങോട്ട് വരച്ചു കൊടുക്കാം അല്ലെ? ഒരു സർക്കുലർ പാത്ത് നമുക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ സർക്കുലർ പാത്ത് കിട്ടി. ഒരു സ്പോർട്സ് ഫീൽഡ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഈ സ്പോർട്സ് നടക്കുന്ന സ്ഥലത്തല്ലോ. അപ്പൊ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു റോഡ് ഉണ്ടാവില്ല അതിന് ചുറ്റിലും അല്ലെ? സൈക്കിൾ ഓടിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഓടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ സംഗതിയാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. അതായത് അവർ രണ്ടാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, അപ്പൊ സോണിയ എത്ര മിനിറ്റ് വേണമെന്ന് അറിയാം? സോണിയക്ക് ഒരു സൈക്കിളാണോ എന്താണ് ഇതിൽ ഉപയോഗിച്ചതെന്ന് അറിയില്ല. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് സൈക്കിൾ ഉദ്ദേശിക്കാം. സൈക്കിളിൽ സോണിയക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എത്ര മിനിറ്റ് വേണമെന്ന് പറഞ്ഞേ? 18 minutes. ഓക്കെ, സോണിയ ടേക്സ് 18 minutes. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ 18 മിനിറ്റ് വേണം സോണിയ. ഓക്കെ, 18 മിനിറ്റ്. ഈ നമുക്ക് ആരുള്ളത്? അടുത്ത ആള്, രണ്ടാമത്തെ ആൾ ആരാ? വൈൽ രവി ടേക്സ്. രവി എത്ര സമയം എടുക്കുന്നറിയോ? രവി സമയം എടുക്കുന്നത് 12 മിനിറ്റ് ആണ്. അപ്പൊ ആരാ സ്പീഡിൽ പോവാ? സോണിയാണോ രവിയാണോ?
യെസ്, രവിയാണ് ഫാസ്റ്റ് ആയിട്ട് പോലെ. അപ്പൊ നമുക്കിവിടെ ഒരു രവിനെയും കൂടി വരച്ചു വെക്കാം. രവിന്റെ ഒരു സർക്കിളും കൂടി. രവിക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്താൻ എത്ര ടൈം മതി? 12 മിനിറ്റ് മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? രണ്ടാൾ ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാണ് തുടങ്ങിയത്. രണ്ടാൾ ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയത്. അപ്പോ ബോത്ത് സെയിം പോയിന്റ് സെയിം ടൈം, ഒരേ സമയത്ത് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി. സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. രണ്ടാളും എങ്ങോട്ടാ പോകുന്നത്? സെയിം ഡയറക്ഷനിൽ പോകുന്നത്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ദേ വിൽ മീറ്റ് അഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോ അവർ രണ്ടാളും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് എപ്പോഴായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തുന്ന ആരാണ്? രവിയാണ്, ഒരു സംശയമില്ലല്ലോ. 12 മിനിറ്റ് വേണ്ടു. രണ്ടാമതെത്തുന്നതാണ് ആര്? നമ്മുടെ എന്തായിരുന്നു പേര്? എസിന്റെ പേര് സോണിയ അല്ലെ? സോണിയ. അപ്പോ രണ്ടാൾ ഒരേ സമയത്ത് എൻഡിങ് പോയിന്റിൽ എത്തുമോ? ഇല്ല, കാരണം രവിക്ക് 12 മിനിറ്റേ വേണ്ടു. രവി ഫാസ്റ്റ് ആയിട്ട് എത്തും, സോണി എത്തുന്നത് സ്ലോയിലാണ്. അപ്പൊ അവർ എപ്പോഴാണ് മീറ്റിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അതിന്റെ LCM എടുത്താൽ മതി. ഓക്കെ, അതായത് രവി 12 മിനിറ്റിൽ ഇവിടെ എത്തി, വീണ്ടും ഒരു 12 മിനിറ്റ് എത്തുമ്പോൾ ഇവിടെ എത്തി, എന്ന് വെച്ചാൽ 24 മിനിറ്റിൽ അവിടെ എത്തി. ഓക്കെ, രവിന്റെ ഒരു സർക്കിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് രവി 12 മിനിറ്റിൽ മീറ്റിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ മീറ്റ് ചെയ്തു. പിന്നെ അടുത്ത തവണ 24 മിനിറ്റിലാണ് അവിടെ എത്തുക അല്ലെ? അടുത്ത തവണ 36 മിനിറ്റിൽ, അടുത്ത തവണ 48 മിനിറ്റിലെത്തും. എന്നാൽ സോണിയന്റെ നോക്കിക്കോളൂ, സോണിയ 18 മിനിറ്റിലെത്തും. പിന്നെ അടുത്ത ഏതാണ് സോണിയ ആ മീറ്റിംഗിൽ എത്തുന്നത്? 36. നോക്കിയട്ടെ, ഇവിടെ രണ്ടാളും ആ ഒരു മീറ്റിംഗ് പോയിന്റിൽ പിന്നെ കണ്ടുമുട്ടുന്ന ഏത് സമയത്ത് അറിയോ? 36. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഇതിന്റെ HCF ആണോ LCM ആണോ? LCM ആണ് അല്ലെ? 18 × 18 36, 12 24 36. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അവിടെ മൾട്ടിപ്പിളിന്റെ ലീസ്റ്റ് കോമൺ ആണ് 36. അപ്പൊ നമുക്ക് ഇവിടെ ആരെ കണ്ടാൽ മതി ആൻസർ കണ്ടെത്താൻ? ആരെ കണ്ടെത്താൽ മതി? സിൻസ് സോണിയ ടേക്ക് 18 minutes to complete one round, Ravi takes 12 minutes to complete one round, required means they will meet again. The starting point is ആരാണ്? LCM of നമ്മുടെ നമ്പർ ആരായിരുന്നു? 18 and 12. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കാം അല്ലെ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ആരാ ഫസ്റ്റ് കാണുന്നത്? നമ്മള് 18 ആണ് അല്ലെ? 18 ഈസ് ഈക്വൽ ടു 18 കാണണേ, 2 എടുക്കാം അല്ലെ? 9 പ്രാവശ്യം പോകും. പിന്നെ 3 എടുക്കാം, 3 9 3 പ്രാവശ്യം, പിന്നെ 3 എടുക്കാം, 1 പ്രാവശ്യം. അപ്പൊ കിട്ടി 18 എത്രയാണ്? 2 × 3 × 3. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണ്ടേ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 ഈസ് ഈക്വൽ ടു 12 എല്ലാം നമുക്ക് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. 12 ഈക്വൽ ടു 2. 12 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. പിന്നെ 2 എടുത്താൽ 3 പ്രാവശ്യം, പിന്നെ 3 എടുത്താൽ ഒറ്റ പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടുക? 2 × 2 × 3. 2 × 2 × 3. അപ്പൊ നമ്മൾ രണ്ടിനും പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ആരെ കാണണം? LCM ആണ് അല്ലെ? സോ LCM of 18 and 12 is equal to, LCM എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം എടുക്കാം. ഇവിടെ കോമൺ ആയിട്ട് 2 ഉണ്ട് അല്ലെ? 2 ഉണ്ട്, പിന്നെ ആരുണ്ട്? 3 ഉണ്ട് അല്ലെ? വേറെ ഇല്ലല്ലോ. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒറ്റ പ്രാവശ്യം എടുക്കുക, ബാക്കി എല്ലാ നമ്പറും അതുപോലെ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ 2ൽ ഒരു 2 എഴുതാം, ഈ 2 3ൽ ഒരു 3 എഴുതാം, പിന്നെ ബാക്കിയുള്ള നമ്പർ അങ്ങനെ തന്നെ എഴുതാം. 2 ഉണ്ട് 3 ഉണ്ട് അല്ലെ? ബാക്കി 2 × 3 is equal to 2 × 3 6, 6 × 2 12, 12 × 3 36. കണ്ടാ? 36 ആണ് LCM കിട്ടിയത്. 36 മിനിറ്റ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? അവര് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുമുട്ടുക. ഓക്കെ, ആ കണ്ടുമുട്ടുന്ന സമയത്ത് രവി 3 റൗണ്ട് അടിച്ചിട്ടുണ്ടാവും, സോണി 2 റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തും കൂടി എഴുതി കൊടുക്കാം. എന്ത് എഴുതാൻ പറ്റുക? Therefore, after 36 minutes, they will meet again at the starting point. Therefore, after 36 minutes, they will meet again at the starting point.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വലിയൊരു ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ എക്സസൈസ് 1.1 എല്ലാ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി നമുക്ക് എന്ത് കാണാം? എക്സസൈസ് 1.2 കാണാം. ഓക്കെ.